എസ്ര അധ്യായം 3. ദൈവമേ, നിന്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുത കാര്യങ്ങളെ കാണുവാൻ എൻ്റെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ആമീൻ. അങ്ങനെ ഇസ്രായേൽ മക്കൾ പട്ടണങ്ങളിൽ ഒരുമിച്ച് പാർക്കുമ്പോൾ 7-ാം മാസത്തിൽ ജനം യെരൂശലേമിൽ വന്നുകൂടി. യൂസോദേക്കിൻ്റെ മകനായ യോശുവയും അവൻ്റെ സഹോദരന്മാരായ പുരോഹിതന്മാരും ശെലതിയേലിൻ്റെ മകനായ സുർബാബേലും അവൻ്റെ സഹോദരന്മാരും എഴുന്നേറ്റ് ദൈവപുരുഷനായ മോശയുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ ഹോമയാഗങ്ങൾ അർപ്പിക്കേണ്ടതിന് ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ യാഗപീഠം പണിതു. അവർ ദേശത്തെ നിവാസികളെ പേടിച്ച് യാഗപീഠത്തെ അതിൻ്റെ മുൻനിലയിൽ പണിതു. അതിന്മേൽ കർത്താവ് ഹോമയാഗങ്ങളെ കാലത്തും വൈകുന്നേരത്തുമുള്ള ഹോമയാഗങ്ങളെ അർപ്പിച്ചു. എഴുതിയിരിക്കുന്നത് പോലെ അവർ കൂടാരപ്പെരുന്നാൾ ആചരിച്ചു. ഓരോ ദിവസത്തേക്കുള്ള നിയമപ്രകാരം അതത് ദിവസത്തിൻ്റെ ആവശ്യം പോലെ അവർ ഹോമയാഗം കഴിച്ചു. അതിൻ്റെ ശേഷം അവർ നിരന്തര ഹോമയാഗങ്ങളും അമാവാസികൾക്കും ദൈവത്തിന് വിശദീകരിച്ചിരുന്ന പെരുന്നാളുകൾക്കും എല്ലാം കർത്താവിന് ഔദാര്യദാനങ്ങൾ കൊടുക്കുന്ന ഏവർക്കുമുള്ള യാഗങ്ങളും അർപ്പിച്ചു. 7-ാം മാസം 1-ാം തീയതി മുതൽ അവർ കർത്താവിന് ഹോമയാഗം കഴിപ്പാൻ തുടങ്ങി. എന്നാൽ കർത്താവിൻ്റെ മന്ദിരം അതുവരെ പൂർത്തിയാക്കപ്പെട്ടിരുന്നില്ല. അവർ കൽപ്പണിക്കാർക്കും ആശാരിമാർക്കും ദ്രവ്യമായും പാർസി രാജാവായ കോരേശിൻ്റെ കൽപ്പന പ്രകാരം ലെബാനോനിൽ നിന്ന് ദേവദാരു കടൽ വഴി യോഫോയിലേക്ക് കൊണ്ടുവരേണ്ടതിന് സീദോന്യർക്കും സോര്യർക്കും ഭക്ഷണവും പാനീയവും എണ്ണയുമായും കൂലി കൊടുത്തു. അവർ യെരൂശലേമിലെ ദേവാലയത്തിൽ എത്തിയതിൻ്റെ 2-ാം ആണ്ട് 2-ാം മാസം ശെലതിയേലിൻ്റെ മകനായ സുർബാബേലും യൂസോദേക്കിൻ്റെ മകനായ യോശുവയും അവരുടെ മറ്റു സഹോദരന്മാരും പുരോഹിതന്മാരും ലേവ്യരും പ്രവാസത്തിൽ നിന്ന് യെരൂശലേമിലേക്ക് വന്നവർ എല്ലാവരും കൂടി പണി തുടങ്ങി. 20 വയസ്സു മുതൽ മേലോട്ട് പ്രായമുള്ള ലേവ്യരെ ദൈവാലയത്തിൻ്റെ പണി നടത്തുവാൻ നിയമിച്ചു. അങ്ങനെ യോശുവയും അവൻ്റെ പുത്രന്മാരും സഹോദരന്മാരും കദ്മീയേലും അവൻ്റെ പുത്രന്മാരും യോദവ്യായുടെ പുത്രന്മാരും ഹെനാദാദിൻ്റെ പുത്രന്മാരും അവരുടെ പുത്രന്മാരും സഹോദരന്മാരുമായ ലേവ്യരും ദൈവാലയത്തിൽ വേല ചെയ്യുന്നവരെ മേൽനോട്ടം വഹിപ്പാൻ ഉത്സുകരായി നിന്നു. പണിയുന്നവർ കർത്താവിൻ്റെ മന്ദിരത്തിന് അടിസ്ഥാനമിട്ടപ്പോൾ ഇസ്രായേൽ രാജാവായ ദാവീദിൻ്റെ നിയമപ്രകാരം കർത്താവിന് സ്തോത്രം ചെയ്യേണ്ടതിന് വിശുദ്ധ വസ്ത്രം ധരിച്ച പുരോഹിതന്മാരെ കാഹളങ്ങളോടും അസാഫ്യരായ ലേവ്യരെ കൈത്താളങ്ങളോടും കൂടെ നിർത്തി. അവർ കർത്താവിനെ അവൻ നല്ലവൻ, ഇസ്രായേലിനോട് അവൻ്റെ ദയ എന്നേക്കുമുള്ളത് എന്നിങ്ങനെ വാഴ്ത്തി സ്തുതിച്ചും കൊണ്ട് ഗാനപ്രതിഗാനം നടത്തി. അവർ കർത്താവിനെ സ്തുതിക്കുമ്പോൾ ദൈവാലയത്തിൻ്റെ അടിസ്ഥാനം ഇട്ടതുകൊണ്ട് ജനമെല്ലാം അത്യുച്ചത്തിൽ ആർത്തു വിളിച്ചു. പുരോഹിതന്മാരിലും ലേവ്യരിലും കുടുംബത്തലവന്മാരിലും പൂർവ ആലയം കണ്ടിട്ടുള്ള വയോധികരായ അനേകർ ഈ ആലയത്തിൻ്റെ അടിസ്ഥാനം ഇട്ടുകണ്ടപ്പോൾ ഉച്ചത്തിൽ കരഞ്ഞുപോയി. മറ്റു പലരും സന്തോഷത്തോടെ ഉച്ചത്തിൽ ആർത്തു. അങ്ങനെ ജനത്തിൽ സന്തോഷാഘോഷത്തിൻ്റെ ശബ്ദവും കരച്ചിലിൻ്റെ ശബ്ദവും തമ്മിൽ തിരിച്ചറിയുവാൻ കഴിയാതിരുന്നു. ജനം അത്യുച്ചത്തിൽ ഘോഷിച്ചതുകൊണ്ട് ഘോഷശബ്ദം വളരെ അകലെയും കേട്ടു. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. പാറകമോർ.